വ്ളോഗോസ്കിയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് നമ്മുടെ പുതിയൊരു ചാനലാണ്. എൻ്റെ ചാനലിൻ്റെ പേരെന്താണെന്ന് പോലും ഞാനിതുവരെ ആലോചിച്ച് വെച്ചിട്ട് പോലും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ തിരുവോണം വരുന്നത്. തിരുവോണം നാളെയാണ്, ഇന്ന് ഉത്രാട ദിവസവും. ഈ ചാനലിൽ ഞാൻ പ്രത്യേകിച്ച് ഒരു വലിയ ഫോർമാറ്റ് ഫോളോ ചെയ്യാനോ ഭയങ്കര സ്ട്രക്ചറലായിട്ട് വീഡിയോ ചെയ്യാനോ വ്ളോഗോസ്കി പോലെ ആക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. ജസ്റ്റ് പച്ചയായിട്ടുള്ള കാര്യങ്ങൾ പച്ചയായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് സ്ട്രക്ചർ ഉണ്ടാവണമെന്നില്ല. എന്നാലും ജസ്റ്റ് ചുമ്മാ അങ്ങനെ അങ്ങ് പോകാം. അതുപോലെ തന്നെ നമ്മൾ ആ വ്ളോഗോസ്കി എന്ന് പറയുന്ന പരിപാടി ഞാൻ തൽക്കാലം അങ്ങ് നിർത്തി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി എടുക്കുന്ന എഫേർട്ടിനുള്ള വ്യൂസ് എനിക്ക് ആ ഒരു രീതിയിൽ നിന്ന് കിട്ടുന്നില്ല. പക്ഷേ നമ്മുടെ ചാനലിൽ ആനമ്പാടി സ്റ്റോറി എന്ന് പറയുന്ന ചാനലിൽ കിട്ടുന്ന വീഡിയോസ് വരും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. പക്ഷേ എൻ്റെ പുതിയ ചാനലിലേക്ക്, ഞാനിപ്പോൾ പേര് പോലും ആലോചിച്ച് വെച്ചിട്ടില്ലാത്ത ഈ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നാളെ തിരുവോണമായതുകൊണ്ടും ഇന്ന് ഉത്രാടമായതുകൊണ്ടും ഞാനും കൗസ്തുഭും കൂടി വന്നിരിക്കുകയാണ്. വാഗമൺ നമ്മുടെ സ്ഥിരമായിട്ടുള്ളൊരു ഏരിയയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് കുറേ രസമുള്ള ഓണപ്പൂക്കളൊക്കെ ഈ ഒരു ഏരിയയിൽ കാണാറുണ്ട്. അപ്പോൾ വിചാരിച്ചു, നമ്മുടെ ചാനലിൽ ആനമ്പാടി സ്റ്റോറിയിൽ കഴിഞ്ഞ വർഷം ഞാൻ കാണിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ വിചാരിച്ചു ഇന്ന് കുറേ ഓണപ്പൂക്കൾ കണ്ടേക്കാം എന്ന് വിചാരിച്ച് വന്നേക്കുകയാണ്. അത്രയൊക്കെ ഉള്ളൂ. ഇത് കുറച്ച് ചെറപറ എന്ന് പറയുന്ന സെറ്റപ്പിലുള്ള ചാനലാണ്, അല്ലാതെ നമ്മുടെ വ്ളോഗോസ്കി സെറ്റപ്പ് ആയിരിക്കത്തില്ല. നമുക്ക് നമ്മുടെ ഓണപ്പൂക്കൾ ഹണ്ടിങ് അങ്ങ് തുടങ്ങിയേക്കാം. ഓണപ്പൂക്കൾ ഹണ്ടിങ് കയറി വന്ന വഴിക്ക് തന്നെ കുറച്ച് സാധനങ്ങൾ കണ്ടായിരുന്നു. പക്ഷേ അന്നേരം അവിടെ വണ്ടി നിർത്താൻ പറ്റുന്നൊരു സെറ്റപ്പ് അല്ലാത്തതുകൊണ്ട് ഇവിടെ കുറേ ഇനം പൂക്കളുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ഡ്രോസറ ഇൻഡിക്ക എന്ന് പറയുന്ന ഈ ഒരു ചെടി. ഇത് കണ്ടില്ലേ, ഇന്ത്യൻ സൺഡ്യൂ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിലെ പേര്. ഇവൻ്റെ ഒരു സെറ്റപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ നാരുകൾ പോലെ കാണാമല്ലോ. ഇരപിടിയൻ ചെടിയാണ് ഇവൻ, ഇരപിടിയൻ ചെടി. എൻ്റെ പൂ വിരിഞ്ഞായിരുന്നെങ്കിൽ കാണിച്ചു തരാം. നോക്കട്ടെ, പൂ കണ്ടോ ഇതിൻ്റെ? ചിലപ്പോൾ ഈ കുറച്ച് കഴിയുമ്പോൾ വിരിയായിരിക്കും. നമ്മളിനി പോകുന്ന പാറകളിലും കാണും ചിലപ്പോൾ. ഈ സൺഡ്യൂ നമ്മുടെ ചുങ്കംപാറമടയിലുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഫോട്ടോ എടുത്തായിരുന്നു. ഇന്ന് ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ ഞാനിവരെ ആ ഫോട്ടോയെങ്കിലും കാട്ടും. പൂവിൻ്റെ കറക്റ്റ് വിരിഞ്ഞിരിക്കുന്ന സെറ്റപ്പ് കിട്ടിയില്ലെങ്കിൽ. ബസ് വന്ന വഴി തന്നെ പരിപാടി തുടങ്ങി. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടൊരു സാധനമായിരുന്നു സെറോപ്പിജ ബെഡോമി. ഇതിൻ്റെ ഇടയ്ക്ക് സെറോപ്പിജ ബെഡോമി ഉണ്ടായി നിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പൂവൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. കണ്ടിട്ട് അത് തന്നെയാണെന്ന് തോന്നുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ചാനലിൽ അത്രയും ഡിസ്ക്രൈബ് ചെയ്തൊരു കാര്യങ്ങളും പറയുന്നില്ല. കാരണം നമ്മൾ പലതരത്തിലുള്ള കോണ്ടൻറ്റുകൾ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിലേക്കൊരു വൈൽഡ് ലൈഫ് ചാനലാക്കി മാറ്റേണ്ട കാര്യമുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ദിസ് വിൽ ബി എ മിസ്സലേനിയസ് ടൈപ്പ് ഓഫ് കണ്ടൻ്റ് ഉള്ളൊരു ചാനലായിരിക്കും ഇത്. ഒരു സാധനം നിങ്ങൾ ക്യാമറയിൽ കാണുമ്പോഴല്ലാതെ അതിൻ്റെ പുറകിൽ ഇത്തരത്തിലുള്ള എഫക്റ്റുകളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അതിപ്പം കൗസുവാണേലും ഞാനാണേലും ചിലപ്പോൾ ഇങ്ങനെ എന്താ പറയുക, തൃശങ്കുവിലൊക്കെ നിന്നിട്ടായിരിക്കും ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. ഞങ്ങളവിടെ നിന്ന് കയറി വന്നപ്പോഴേ കുറേ നീലപ്പൂക്കൾ ഉണ്ടായിരിക്കുന്നത് കണ്ടു. ഈ പാറയിൽ പയ്യെ തന്നാതെ ഇങ്ങനെ നടക്കുകയാണ്. ഇത് കണ്ടേ, കാണിച്ചു തരാവേ. ഭയങ്കര രസം. ഇത് ചുമ്മാ നേരിട്ട് കാണുമ്പോഴും ക്യാമറ കാണുമ്പോഴും വേറെ സെറ്റപ്പാണ്. പക്ഷേ ക്യാമറയിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കളർ കിട്ടുന്നുമില്ല. അത് പറഞ്ഞു, നമ്മളാ ക്യാമറ കാണുമ്പോൾ എനിക്കൊന്ന് നമ്മൾ ഇച്ചിരി ക്ലോസ് ആയിട്ടാണല്ലോ കാണുന്നത്. അതിനെ മാത്രമായിട്ട് ഇങ്ങനെ മറ്റേ അർജുനനോട് പണ്ട് പറഞ്ഞ പോലെ തത്തയുടെ കണ്ണ് മാത്രം കാണുന്ന പോലെ നമ്മൾ ആ പൂ മാത്രം ശ്രദ്ധിച്ചിരിക്കുമ്പം ഭയങ്കര രസമാണ്. ഈ നിൽക്കുന്ന സാധനം ഏതോ മെലസ്റ്റോം വല്ല ഈ മലബാർ മെലസ്റ്റോം പോലത്തെ പൂവായിട്ടില്ല. വാലുള്ള തവള ഒന്ന് ചാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും പതുങ്ങി പുള്ളി കാണാനേ കിട്ടുന്നില്ല. ഓരോ തവണ ആംഗിൾ മാറ്റിയിട്ട് പിന്നെയും കണ്ടുപിടിക്കുന്ന സാധനത്തിന് ശരിക്കും മുകളിൽ നോക്കി കഴിയുമ്പോൾ ഒന്നുമില്ല.
ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകും. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുക. എങ്ങനെയുണ്ട് പൂക്കൾ നോക്കിയിട്ട്? രസമില്ലേ? പിന്നെ അടിപൊളി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തൊരു നേരം വേണേലും നിന്ന് പോകും. പക്ഷേ അത് നിങ്ങൾ നമ്മുടെ വ്ളോഗോസ്കിയിൽ കാണാറുള്ളതുമാണ്. ചിലപ്പോൾ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് നിന്ന് നമ്മൾ അധികം ദൂരത്തേക്ക് എത്തുപോലും ഇല്ല. നമ്മുടെ ലാസ്റ്റ് വ്ളോഗോസ്കിക്കകത്ത് പോലും ഞാൻ എനിക്ക് വന്നൊരു 100 മീറ്റർ നടന്നിട്ടുള്ളൂ, പൂക്കളും പല പല കുഞ്ഞു കുഞ്ഞു ജീവികളെയൊക്കെ നോക്കിയിട്ട്. അതേ അവസ്ഥയിലാണ്. എന്നാലും നമ്മൾ അടുത്ത ലൊക്കേഷൻ പിടിക്കാം, എന്നാലേ എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ. അതായത് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ. മുക്കുറ്റി ഇല്ലാതെ എന്തോണമെന്ന് പറഞ്ഞാൽ മുക്കുറ്റി മുമ്പിൽ വന്നു കേട്ടെ. തുമ്പപ്പൂവും ചിലപ്പോൾ ഇവിടെ തുമ്പയുടെ പല സ്പീഷീസൊക്കെ ഉണ്ട് ഇവിടെ. രക്ഷയില്ല, ഭയങ്കര രസമുണ്ടല്ലേ? പറഞ്ഞു ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്നങ്ങ് പോകും. വേറൊരു ക്രൈസല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ ബേഡ്സിനെ ആദ്യമൊക്കെ നോക്കി കിടന്നുകൊണ്ട് അന്നേരം ഉണ്ടായിരുന്ന എക്സൈറ്റ്മെൻറ്റ് നമുക്ക് പുതിയ സംഭവങ്ങൾ നോക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഒരു വട്ടിൽ നിന്നും വേറെ വട്ടിലേക്ക്. അല്ലെങ്കിൽ ഇത് ഭ്രാന്തന്മാരല്ലാവുക, അതിലും നല്ല ഭ്രാന്തന്മാരാവുക, അത്രേ ഉള്ളൂ. വഴി കൂടെ പോകുമ്പോൾ തന്നെ നല്ല രസമുള്ള പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്ന കണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്താതെ ഞങ്ങളിത് ഇവിടെ വന്ന് ഇറങ്ങിയേക്കാണ്. എന്നാ രസമല്ലേ കാണാൻ? ശരിക്കും പറഞ്ഞാൽ ഇത് അവിടെ ഇവിടെയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ചെറിയൊരു വേരിയേഷനുള്ള കളറും കണ്ടിട്ടുണ്ട്. എങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥിരം സ്ഥലത്തെത്തിയിട്ടോ. സ്ഥിര സ്ഥലം എന്ന് പറഞ്ഞാൽ വ്ളോഗോസ്കിയിൽ നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. അവിടെ വന്നപ്പോൾ ഡസ്റ്റർ കത്തി കിടക്കുന്നു. ഒരു ദിവസം കുറച്ച് നാൾ മുമ്പ്, ഏകദേശം 1 മാസം മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ രാത്രി വന്നപ്പോൾ കണ്ടൊന്ന് ഞെട്ടിയതായിരുന്നു. ഇത് എന്താ സംഭവം എന്ന് പെട്ടെന്ന് മനസ്സിലാവാതെ. എന്നാലും ഇപ്പോഴും അതവിടെ കിടപ്പുണ്ട്. നമുക്കങ്ങ് നടന്നങ്ങ് പോവാം. ഈ സ്ഥലം നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ ഇഷ്ടം പോലെ വന്ന് ഇഷ്ടം പോലെ പക്ഷികളെ കണ്ടുപിടിച്ചിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഓക്കെ, കൗസുവിൻ്റെ അമ്മ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു 9:15 ആയി. ഇനിയിപ്പോൾ കഴിച്ചിട്ട്, നിങ്ങൾക്ക് കാറ്റ് കാരണം വല്ലതും കേൾക്കാവുമെന്ന് എനിക്കറിയത്തില്ല. നല്ല കാറ്റടിക്കുന്നുണ്ട് ഇവിടെ. എന്നാൽ പിന്നെ കഴിച്ചിട്ടങ്ങ് ബാക്കി പരിപാടി തുടരാമെന്ന് വിചാരിക്കുന്നു. സാധാരണ വ്ളോഗോസ്കിയിൽ ഇങ്ങനെയുള്ള മൊമെൻറ്റുകളൊന്നും ഉണ്ടാവാറില്ല. ഫുഡ് കഴിയും വെള്ളം കുടിക്കലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ കുറച്ചുകൂടി സെറ്റപ്പിലാണ് വ്ളോഗോസ്കി കാട്ടാറുള്ളത്. ഈ ചാനൽ അങ്ങനെയുള്ളൊരു ചാനലേ ആയിരിക്കില്ല. ഈ ചാനലിൻ്റെ പേര് പോലും എനിക്കറിയത്തില്ല. എൻ്റെ സ്വന്തം ഫേവറേറ്റ് സ്ഥലമാണ്. എനിക്ക് കൗസുവിൻ്റെ ഫേവറേറ്റ് ആവും. ബേഡിങ്ങിന് വന്നു കഴിഞ്ഞാൽ ശരിക്കും നല്ല ഫേവറേറ്റ് സ്ഥലമാവും. എനിക്ക് അല്ലെങ്കിൽ തന്നെ ഇഷ്ടപ്പെട്ടു. നമുക്കെന്നാൽ കഴിക്കാം. വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ തന്നു വിട്ടിട്ടുണ്ട്.
വലിയ സംഭവമൊന്നുമല്ല, കുറെ പുഴുങ്ങിയതാണ്. കാച്ചിലുണ്ട്, മധുരക്കിഴങ്ങുണ്ട്, പഴമുണ്ട്, കപ്പയുണ്ട്, പിന്നെ കുറച്ച് ചമ്മന്തി, ചട്നിയുണ്ട്, മുളകും. ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ, നല്ല വിശപ്പുണ്ട്. നല്ല എരിവുണ്ടല്ലേ? എരിവുണ്ട്. എനിക്ക് ആ എരിവ് സഹിക്കാവുന്ന എരിവാ, എനിക്ക് ഇഷ്ടമുള്ള എരിവാ. ഞാനൊരു ചേന കഴിച്ചായിരുന്നു, അത് കൗസുമിൻ്റെ ചാനലിൽ കാണാം. കഴിക്കുമ്പോൾ അറിയാം. അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, മിസ്റ്ററി ബോക്സ് എന്ന് പറയുന്ന പോലെ ഓരോ സാധനങ്ങളും. മധുരക്കിഴങ്ങ ശരി. ഞാൻ ബേഡിങ്ങിന് പോകുമ്പം മിക്കവാറും എവിടെ നിന്നും കയറി കഴിക്കുകയാണ് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട്. അത് പുതിയ എക്സ്പീരിയൻസാണ്. ഞാൻ പണ്ടുപോലെ ഈ രീതിയാണ്. തട്ടക്കടക്ക് പോകുമ്പോൾ ഞാൻ ജ്യേഷ്ഠൻ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ ഇതുപോലെ കാച്ചിലോ എന്തെങ്കിലും പുഴുങ്ങി ഇതായിട്ട് പോവും. രാവിലെ കാട്ടി കയറി കഴിഞ്ഞാൽ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കും, വൈകുന്നേരം ഇറങ്ങുള്ളൂ, ബ്രേക്കൊന്നും വരുന്നില്ല. ആ രസമായിരുന്നു. ഞാനങ്ങനെ ഓർക്കും എന്തെങ്കിലും കൊണ്ടുവന്നു. എന്താ സാധനം? പഴം പുഴുങ്ങി. തൊലി കളയണമല്ലോ, തൊലി കളഞ്ഞിട്ട് വരാം. 12 seconds later. തൊലി കളഞ്ഞിട്ട് വന്നിരിക്കുന്നു. ഞാൻ ആലോചിക്കായിരുന്നു പഴം പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയും കൂടെ വെറൈറ്റി ആയിരിക്കുമെന്ന്. പുതിയ സാധനങ്ങളല്ലേ, മറ്റേ ബോളി ബീഫും, അതായത് പഴംപൊരിയും ബീഫും, അതുപോലെ വേറെ രണ്ട് സാധനം പറഞ്ഞല്ലോ. ഈയിടെ ഈ ഫസ്റ്റ് ഫാസിലൊരു സംഭവം പേളിമണ്ണിയുടെ ഇതിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഉണ്ണിയപ്പം ബീഫും. അന്നേരം പേളിമണി പറഞ്ഞ കേട്ടായിരുന്നു, ഉണ്ണിയപ്പം പാവല്ലടാ, അതിനോട് അങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ പഴവും മുളക് ചമ്മന്തി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല വെയിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം ഇത്, ഈ ഒരു ലൊക്കേഷൻ. എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിന് അറിയാം, ഈ ചാനലിലല്ല, നമ്മുടെ വ്ളോഗോസ്കിയുടെ സ്ഥിരം വ്യൂവേഴ്സ്. അങ്ങനെ ചെറിയ രീതിയിൽ ഫുഡ് അടിച്ചു, വെള്ളം കുടിച്ചതിൻ്റെ തെളിവ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പയ്യെ പോയേക്കുവാണ്. ഫുള്ള് കഴിച്ച് തീർത്തിട്ടില്ല, ഇനിയും സമയമുണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കിയിട്ട് അടുത്ത ലൊക്കേഷൻ പിടിച്ച് പൂക്കളെ കണ്ടങ്ങ് പോവാം. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് മഞ്ഞ് വരുന്നുണ്ടല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ മഞ്ഞിൻ്റെ അകത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അറിയത്തില്ല മഞ്ഞാണെന്ന്. അങ്ങ് പട്ടികൾ കിടക്കുന്ന ഒരു പാറ ഉണ്ടോ, അവിടെയായിരുന്നു നൈജറിനെ ഞാനന്ന് കണ്ടത്. അപ്പോൾ അവന്മാരവിടെ അത് സുഖമായിട്ട് അവിടെ ഇരിക്കുന്നതുകൊണ്ട് മിക്കവാറും നൈജർ കാണാൻ സാധ്യതയില്ല. അത് സാരില്ല, കിട്ടിയിട്ടുള്ള സാധനമാണല്ലോ. പക്ഷെ അത് വലിയൊരു രസമുള്ള മൊമെൻ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ചെന്നിട്ട് കണ്ടുപിടിക്കുമ്പോൾ എന്നിട്ട് അങ്ങനെ ഇരുന്ന് അതിൻ്റെ ഫോട്ടോസ് എടുത്ത് അതിൽ മുഴുകി ആസ്വദിച്ച് നല്ലൊരു ഡാൻഡലിയം പോലത്തെ ഒരു പൂവ്. ആ, സെയിം സാധനം വിരിയുന്നത് നമ്മൾ നേരത്തെ കണ്ടു. ഇതിനെ ആദ്യം ഇറങ്ങിയ വെള്ളമുള്ള സ്ഥലത്തും കണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഇത്രയും നേരമായിട്ട് ഒരു പക്ഷിയെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ആഷി പ്രീനിയനെയും അതുപോലെ റെഡ് ബിസ്ക്കറ്റ് ബുൾബുളിനെയൊക്കെ കാണുന്നുണ്ട്, വേറെ കുറേ സാധനങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഇത് വ്ളോഗോസ്കല്ലോ. അത് ചിലപ്പം നമ്മുടെ ബ്ലാക്ക് ഈഗിളായിരിക്കാം. സാധാരണ ബ്ലാക്ക് ഈഗിളുകളാണ് ആ ഒരു ഏരിയയിൽ കറങ്ങാറുള്ളത്. പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും കിട്ടും. അത്യാവശ്യം വെയിലടിക്കുന്നുണ്ടെങ്കിലും ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. ആൻഡ് ആസ് യൂഷ്വൽ ക്യാമറ സേഫ് ആക്കണം. നല്ല രസം. അവിടെ നിന്ന് കോടയൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. കോടയിൽ നനയാൻ നിന്ന് കഴിഞ്ഞാൽ മഴയത്തും നനയേണ്ടി വരും ചിലപ്പോൾ.
ലോങ് ടെയിൽ ഹെബനാറിയ. ഇതിൻ്റെ നീളമുള്ള പാല് ഭയങ്കര നീളമല്ലേ? ഇച്ചിരി വാടിപ്പോയല്ലേ? അത് കുറച്ച് വാടിയത്, കുറച്ച് പഴകി. എൻ്റെ മറ്റേ വേറൊരു ചാനലുണ്ട്, മറ്റേ ഡേറ്റാബേസ് ഓഫ് ദ ലിവിങ് വേൾഡ്. അതിൻ്റെ അകത്തുണ്ട് ഈ സാധനം. ഞാൻ ഇതിന് മാത്രമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലൊരു സാധനം ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ ചാനലിൽ, എൻ്റെ ചാനലിൽ ഒരിക്കലും അത് വെച്ചുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ നിക്കോൺ P1000 ഒക്കെ എടുക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ എടുത്തു വെച്ചൊരു ഐറ്റം ആയിരുന്നു ഈ കാണുന്ന സ്കൈവിക്കിൻ്റെ സിഗ്നി എന്ന് പറയുന്ന ഒരു ലെൻസ്, മൊബൈൽ ലെൻസ്. അതുമാത്രമല്ല, അതിൻ്റെ അറ്റത്ത് വേറൊരു വൈഡ് ആംഗിൾ ലെൻസും കൂടെ അറ്റാച്ച് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. എങ്ങനെയുണ്ട് അത് വെച്ച് വീഡിയോ എടുത്തിട്ട്? വീഡിയോ അല്ല, ഫോട്ടോ എടുത്തിട്ട്. നല്ലതാണ്. പക്ഷേ നമ്മുടെ ഈ ഓർക്കിഡിന് പറ്റിയതല്ല. കുഞ്ഞു പൂക്കൾക്ക്, കുഞ്ഞു സാധനങ്ങൾക്ക് നല്ല ക്ലോസപ്പ് കിട്ടും. കണ്ടില്ലേ? നല്ല രസമായിട്ട് കിട്ടുന്നില്ലേ? നമ്മുടെ ഫോണിൻ്റെ ക്ലാരിറ്റി പോലെയും കൂടി ഇരിക്കും അതിൻ്റെ ശരിക്കും ഫോട്ടോയുടെ ക്വാളിറ്റി. എന്നാലും ലെൻസ് നല്ല ക്വാളിറ്റിയുള്ള സാധനം. ചിരിക്കുന്നത് ഹീസ് എ പെയ്ഡ് ആക്ടർ. എന്തോ കിട്ടുമെന്ന് ഓർത്ത് പാവം അവൻ്റെ അടുത്ത് ചെന്ന് കേട്ടോ. ഒന്നുമില്ലടാ കുട്ടാ, ഞങ്ങളൊന്നും കൊണ്ടുവന്നില്ല. വേണമെങ്കിൽ പഴമോ കാച്ചിലോ ചേനയോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് മാത്രമേ തരാൻ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അവിടെ ഒന്നുമില്ല, എന്നാ ചെയ്യാനാ? എന്തെങ്കിലുമൊക്കെ തന്നെന്നൊക്കെ ഉണ്ട്. ഒന്നുമില്ല കുട്ടി. ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരായിരുന്നു അല്ലേ? ശരിക്കും പട്ടിക്ക് നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റ് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, മധുരമുള്ള ബിസ്ക്കറ്റ്. ഒക്കെടാ നോട്ടം നോക്കി. ഞങ്ങളുടെ കൂടെ കൂടുവാണോ? വന്നുണ്ടോ അടുത്ത സ്ഥലത്തേക്ക്? തേയിലത്തോട്ടത്തിൽ വന്നുണ്ടോ? ചായ ഉണ്ടാക്കി തരാം. പുറകെ തന്നെ കൂടിയേക്കുക. ഞങ്ങൾക്കൊന്നും കൊടുക്കാനില്ല, ഉണ്ടെങ്കിൽ കൊടുക്കാറുന്നു. ഇങ്ങനെ സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല. ഞാൻ ഒരിക്കലും വരുമ്പോൾ ഇവിടെ പട്ടികളെ കാണാറില്ല കേട്ടോ, ആദ്യമായിട്ടാണ്. ചുമ്മാ അതിൽ നടന്നോ കൂടെ കേട്ടോ. ഇതുണ്ടല്ലേ, എവിടെ വന്നു കഴിഞ്ഞാലും ഉള്ള ഒരു വലിയ വൃത്തിയുടെ ഇത് ഞാൻ പറയുന്നില്ല, ഞാൻ കുറേ പറഞ്ഞതാണ്. ഞാനായിട്ട് പറയുന്നതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആളുകൾക്ക് അതിനുള്ള ബോധമൊക്കെ ഉണ്ട് ചെയ്യാതിരിക്കാൻ, പക്ഷെ എന്നാലും ചെയ്യും. ആൻഡ് ദിസ് ഈസ് മൈ ഫേവറേറ്റ് പ്ലേസ്. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ആത്മബന്ധമുള്ള സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു സ്ഥലമാണ്, ഭയങ്കര ഫീലുള്ള സ്ഥലമാണ്. ദേവനോ അവിടെ പോയി കളിച്ചോ. ടാറ്റാ. നമ്മളിരിക്കുന്ന സ്ഥലത്തേക്ക് മഞ്ഞ് കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചങ്ങ് നടക്കാം. ഹെബനാറിയ വേറെ കണ്ടില്ല അല്ലേ? ഹെബനാറിയ, ശരി, എല്ലാവരും പേർക്ക് ഇത് ഹെബനേറിയ എന്നായിരിക്കും. അങ്ങനെയാണല്ലോ വരണ്ടേ. മലയാളം പേര് അതിന് ചിലപ്പോൾ കാണും. ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കെല്ലാം പിന്നെ അത്രയും കോമൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാരണമായിരിക്കും ആൾക്കാർ മലയാളം പേര് ഇട്ടേക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ സാധനത്തിനും കാണില്ല. പുല്ലുപ്പം കരയുണ്ട് തൊട്ടുമുമ്പിൽ. മഞ്ഞങ്ങ് ചുറ്റും മൂടി. ആ പട്ടിക്കുട്ടികളെ പോലും കാണാൻ പറ്റില്ല. അതെ ഇതുണ്ട്, ഇതോടെ ഇരിക്കുന്നുണ്ടല്ലേ. അങ്ങനെയായി. അങ്ങനെ നമ്മൾ പാട്ടും പാടിപ്പോവാം. മാണിക്കച്ചിറ. ഇവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും മഞ്ഞത്തിങ്ങനെ പയ്യെ കുളിക്കാൻ തുടങ്ങുന്നുണ്ട്. പയ്യെ വെള്ളത്തുള്ളികൾ വീഴുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ഈ മഞ്ഞിൻ്റെ കൂടെ മഴയും വരുമെന്നാണ്. നല്ല രസമുണ്ട്. ഒരു കാലത്ത് മഞ്ഞ് ഭയങ്കര പ്രാന്തായിരുന്നു. മഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് ഓടി കയറും. പക്ഷെ ഇപ്പം അത്രയും ഭ്രാന്തില്ല. എനിക്ക് ഇഷ്ടം, നമ്മളെപ്പോഴും ക്യാമറ ഇങ്ങനെ നടക്കുന്നുണ്ട്. എനിക്ക് മഞ്ഞ് വലിയ താല്പര്യമില്ല. അത് പറഞ്ഞത് നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതായതുകൊണ്ട് നമ്മുടെ ഒബ്സർവേഷൻ എന്നുള്ള പരിപാടി നടക്കാതെ ആയപ്പോൾ അല്ലെങ്കിൽ രസമാണ്. ബേഡ്സിനെ നോക്കുന്നില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പം തോന്നുന്നില്ല അല്ലേ? അല്ലെങ്കിൽ ഒരു മഞ്ഞ് വീശി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. ക്യാമറയിലൊക്കെ ചെറിയ ചെറിയ വെള്ളത്തുള്ളിയൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. ഈ സേഫ് ആക്കണം.
അവർക്കൊന്നും മലയാളം അറിയില്ലായിരിക്കും. നീ സാറില്ല കയറാൻ പാടായിരിക്കും. നടക്കുന്നതിൽ കുഴപ്പമില്ലായിരിക്കണം. കൗസ്തുഭ് നൈസായിട്ട് അവിടെ ഇങ്ങനെ ചേട്ടന്മാരോട് ചേച്ചിമാരോട് ചോദിച്ചു ഞങ്ങളൊന്ന് വീഡിയോ എടുത്തോട്ടെ തേയില കൊള്ളുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഓടി വരാൻ പറഞ്ഞു. വഴിയുണ്ട് അതിലേന്ന്, വഴിയേ വരാൻ പറഞ്ഞു. കൊള്ളാം. എന്താ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിപ്പോയി. വീഡിയോ എടുക്കൽ 3G. അവിടെ അതിൻ്റെ മേൽനോട്ടക്കാരോ മുതലാളിമാരോ ആരോ വന്നിട്ട് ഫോട്ടോയൊക്കെ എടുത്തോ കണ്ടോ വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നൈസായിട്ട് പിന്നെ എന്തിനാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ തേയിലപ്പൂവിൻ്റെ ഈ കാണുന്നതാണ് തേയിലയുടെ പൂവും, ഈ കാണുന്നതാണ് തേയിലയുടെ കായും. വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളങ്ങ് പയ്യെ പോവുകയാണ്. ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് അവിടെ ഒരു കുളമുണ്ട്. നൈസായിട്ട് ആ കുളത്തിൽ എന്തെങ്കിലും തുമ്പികളുണ്ടോ എന്ന് നോക്കണം. പിന്നെ നമ്മുടെ പൂ ഹണ്ടിങ് തുടരണം. അങ്ങനെയൊക്കെയാണ് പ്ലാൻ. അങ്ങനെ കുറച്ച് മഞ്ഞൊക്കെ കണ്ട്, മഞ്ഞ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ചുമ്മാ ട്രാവൽ ചെയ്ത് എൻജോയ് ചെയ്ത് പോകുന്നവർക്ക് രസമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഒന്നും ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. തൊട്ട് മുമ്പിൽ ഉള്ള എന്താണെന്ന് പോലും കാണാൻ പറ്റാത്തൊരു സെറ്റപ്പിലായി പോകുന്നത് കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഡൗൺ ആയിരുന്നു. എന്നിട്ട് ഞങ്ങളിങ്ങനെ വന്ന് ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. ഇവിടെ ഒരു വെള്ളക്കെട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുറേ തുമ്പികളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. വന്നപ്പോൾ തന്നെ 1-2 എണ്ണമൊക്കെ കാണുന്നുമുണ്ട്. ഞങ്ങൾ അധികം നോക്കിയിട്ട് വലിയ തുമ്പികളൊന്നും കണ്ടില്ല. 1-2 അമ്മമാരെ മാത്രം കണ്ടു. പക്ഷേ ഞാൻ നേരത്തെ വന്നിട്ടുള്ള ഇപ്പോൾ ഇവിടെ നല്ല രസമുള്ള കണ്ടാനും തുമ്പികളുണ്ടായിരുന്നു. ചിലപ്പോൾ സീസണിൻ്റെ ആയിരിക്കണം. പക്ഷേ അപ്പോഴത്തേക്കും ഇത് കുറച്ച് ബോൾസം എന്നാണോ ബാൾസം എന്നാണോ പറയുന്നത് എനിക്കറിയില്ല. കാട്ടു ബാൾസം ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് കൗസവും സിഗ്നി ഉപയോഗിച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സിഗ്നി ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളി മാക്രോ ലെൻസ് വാങ്ങണം. തുമ്പികളെ നോക്കിയെങ്കിലും ഒരുത്തനവിടെ ഇങ്ങനെ നടപ്പുണ്ടെങ്കിലും ആരും ഇരുന്ന് തരുന്നില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിശപ്പിൻ്റെ വിളി കാരണം അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ബാക്കി എന്തെങ്കിലും കിഴങ്ങുകളും പഴമൊക്കെ കഴിച്ചിട്ട് അടുത്ത പരിപാടി നോക്കാം. തേയില നുള്ളുന്നത് കണ്ടപ്പോൾ തേയിലയുടെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു, നടന്നില്ല. അതിൻ്റെ ചിലവ് 1000. അത് കഴിഞ്ഞിട്ട് തുമ്പികളെ കാണാൻ പോയി, തുമ്പികളെ കിട്ടിയില്ല, ചിലവ് 2000. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ എൻ്റെ സ്ഥലമാണ്, എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിനെ അറിയാം. ഇവിടെ വന്നിങ്ങനെ കഴിക്കാമെന്ന് ഓർത്തു. ജസ്റ്റ് നമുക്കൊന്ന് അതിന് മുമ്പേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രം എന്തെങ്കിലും കഴിക്കാം. വിശക്കുണ്ട്. ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കുവാണ്. നമ്മുടെ വ്യൂവേഴ്സിന് അറിയാം ഇതൊരു തേയിലക്കാട് വളർന്നുണ്ടായ ഒരു സെറ്റപ്പാണ്. ഞങ്ങൾ ബാക്കിയുള്ള ഫുഡും കൂടെ കഴിച്ചിട്ട് അടുത്ത പരിപാടി നോക്കാം. എന്തായാലും വീണ്ടും കാണിക്കുന്നൊന്നുമില്ല.
ഈ പദം നടക്കണം. ഇത് കണ്ടോ ആ ഒരു വെള്ളം കണ്ടോ? ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ല, കുറച്ച് കഴിച്ച് കഴിയുമ്പോഴേക്കും ഫുള്ളാവും. എന്നിട്ട് പിന്നെ വിശക്കും കുറച്ച് കഴിയുമ്പോൾ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കാലിൽ നിന്ന് ചാടി പോകുന്നുണ്ട്. നമ്മുടെ കൊളയട്ടകൾ, ലീച്ചസ്, തോട്ടാപ്പുഴു എന്നൊക്കെ പറയുന്ന സാധനം. ഓർക്കിഡിൽ പൂണ്ടായോ? അടിപൊളി. ഓ ജോസുവിൻ്റെ സന്തോഷം ഒരു ഓർക്കിഡിലൊരു പൂ കണ്ടുകൊണ്ടാണ്. അതാണോ? അതെ, അടിപൊളി. കൗസുവിനൊരു ലൈഫർ തുമ്പിനെ കിട്ടി. എന്ത് ഡെക്കനൻസിസാ? സാഫ്രോൺ റീറ്റെയിലിന് ഇംഗ്ലീഷ് പേര്, സാഫ്രോൺ റീറ്റെയിൽ. എനിക്ക് കഴിഞ്ഞ വർഷം ലൈഫറായിട്ട് കിട്ടിയായിരുന്നു. ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു റൈച്ചേട്ടനും വിവേകേട്ടനൊക്കെ ആയിട്ട് വന്നപ്പം വീണ്ടും ഒരു ഐഡൻറ്റിഫൈ ചെയ്ത് തന്നു എന്ന്. നാവൊക്കെ കൊഴിഞ്ഞു തുടങ്ങി. നല്ല നല്ല രസമുള്ളൊരു പരിപാടിയായിരുന്നു. എന്തായാലും കിഡിലൻ ഒരു ഈ പരിപാടിക്ക് എന്താ പറയുന്നത്, ഫ്ലവറിങ്ങോ ബേഡിങ്ങിന് പക്ഷിയെ നോക്കി കിടക്കുന്ന ബേഡിങ് ആണെങ്കിൽ ഇത് ഫ്ലവറിങ്. അപ്പോൾ ഒരു നല്ല രസമുള്ളൊരു ഫ്ലവറിങ് പരിപാടിയായിരുന്നു. എക്സൈറ്റിംഗ് ആയിരുന്നു അല്ലേ? ആ, കുറേ നേരം നോക്കിയാലോ പക്ഷിയെ കാണാം. ഇത് എവിടെ നോക്കിയാലും പൂക്കൾ എല്ലാം വെറൈറ്റി ഉള്ളത്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും പറഞ്ഞു ഒരു സ്പോട്ടും കൂടെ പോകാനുണ്ടായിരുന്നു. പക്ഷേ മഴയൊക്കെ വരുന്നത് കൊണ്ടും ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആവാറായതുകൊണ്ട് ഞങ്ങൾ അവിടെ പിന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇത് നമ്മുടെ പുതിയ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ പഴയ ചാനലിൽ ഉണ്ടായിരുന്നവരാണെങ്കിൽ ഇവിടെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അവിടെയും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അവിടുത്തെ വീഡിയോസും കാണുക, ഇവിടുത്തെ വീഡിയോസും കാണുക. വ്ളോഗോസ്കി ഇനി ആ ചാനലിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ വ്ളോഗോസ്കി എന്നുള്ള രീതിയിൽ ഉണ്ടാകത്തില്ല. പക്ഷേ വേറൊരു ഫോർമാറ്റിൽ വേറൊരു വീഡിയോ ഉടനെ വരില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരും. എന്തായാലും കിളിയൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് പോകണം മഴയ്ക്ക് മുമ്പ് തന്നെ. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഈ ചാനൽ കാണാം. അത് ഇതുപോലെയുള്ള വീഡിയോസ് ആവണമെന്നില്ല, വേറെ എന്ത് തരത്തിലുള്ള വീഡിയോസ് വേണമെങ്കിലും ആവാം. അതിനുവേണ്ടി ഈ ചാനൽ തുടങ്ങിയേക്കുന്നത് നമുക്ക് റാൻഡമായിട്ട് കുറച്ച് വൈൽഡ് ലൈഫ് അല്ലാതെയുമുള്ള സംഭവങ്ങൾ ചെയ്യാനും കുറച്ച് എഫേർട്ട് കുറച്ചുള്ള പരിപാടികൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ചാനൽ. അപ്പോൾ ഇതിനും സപ്പോർട്ട് ഉണ്ടായിരിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.